ആഫീസ് തുറന്നു വെച്ച് രാത്രിയൊക്കെ പിരിച്ചുവിടുന്നത് എന്ത് പേര് വിളിക്കാമെന്ന് നിങ്ങൾ തന്നെ ആലോചിക്കും, ഞാനല്ലല്ലോ പറയുന്നത്. ഈ ജനാധിപത്യ രാജ്യത്ത് ഒരാൾക്കൊരു ജനാധിപത്യ സംവിധാനത്തിൽ വരുന്നൊരു കമ്മിറ്റിയെ നിർദാക്ഷിണ്യം പിരിച്ചുവിടാൻ പാതിരാത്രിക്കും അധികാരമുണ്ടെന്ന് പറഞ്ഞാൽ ആ ഹുങ്കിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. പലരും ചോദിക്കാറുണ്ട് ഈ ജനറൽ സെക്രട്ടറിയെ മാറ്റാൻ. എൻ്റെ വാക്കുകൾ ജനറൽ സെക്രട്ടറിയെ മാറ്റാൻ വേണ്ടിയുള്ളതല്ല, അത് മറ്റുള്ളവർ മുൻകൈ എടുത്ത് ചെയ്യേണ്ട കാര്യമാണ്. അതിൻ്റെ ഒരു മാർഗം കൂടി ഞാൻ പറഞ്ഞുതരാം. ജനറൽ സെക്രട്ടറി മാറ്റാൻ എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മന്നച്ചായാരിൻ്റെ സമാധി മണ്ഡപത്തിൽ ശിവഗിരിയിൽ പ്രവേശിക്കുന്ന പോലെ, പരിമലയിൽ പ്രവേശിക്കുന്ന പോലെ ഒരു ദേവാലയ തുല്യമായി നായർ സമുദായ അംഗങ്ങൾക്കും മന്നത്തെ ആദരിക്കുന്ന എല്ലാവർക്കും ശുദ്ധിയോടെ വൃത്തിയോടെ വന്ന് വന്ദിച്ചു പോകാൻ ഉള്ള അവസരം ഉണ്ടാകണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. വേറെ ഒരു ഡിമാൻഡും എനിക്കില്ല. എനിക്ക് പ്രസിഡന്റ് ആവേണ്ട, സെക്രട്ടറി ആവേണ്ട. എനിക്ക് മഞ്ചള്ളൂർ കരയോഗത്തിലെ സാധാരണക്കാരനായ ഒരു അംഗമായി ജീവിച്ചാൽ എനിക്ക് അതിൽ കൂടുതലൊന്നും വേണ്ട. ഞാൻ ഏതായാലും NSS വിട്ടുപോകത്തില്ല. എൻ്റെ അച്ഛൻ പറഞ്ഞു, മന്നത്തെ ആചാര്യൻ കഷ്ടപ്പെട്ടുണ്ടാക്കി NSSനെ നശിപ്പിക്കാൻ ഞാൻ ഒരു തരത്തിലും ശ്രമിക്കത്തില്ല. NSSന് നാശം വരുന്ന കാര്യം അനുവദിക്കില്ല. പക്ഷേ ഈ ജനറൽ സെക്രട്ടറിയെ മാറ്റാൻ പറ്റാത്തത് എന്താണ് എന്ന് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യവും, ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. മാറ്റാൻ പറ്റുന്ന ഒരാളല്ല, ഒരു കൂട്ടം ആളുകളുണ്ട്. ആരാന്നറിയാം? ചങ്ങനാശ്ശേരിയിൽ ഇദ്ദേഹം കരയോഗത്തിൽ അംഗമായിരിക്കുന്ന ആ കരയോഗത്തിലെ അംഗങ്ങൾ അവർ വിചാരിച്ചാൽ മന്നത്താചാര്യൻ സൃഷ്ടിച്ച ഈ NSS എന്ന മഹാപ്രസ്ഥാനത്തെ ലോകത്ത് മുഴുവനുള്ള നായന്മാർ ആഗ്രഹിക്കുന്ന ഒരു മോചനം, ഈ കരാള ഹസ്തങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ അവർ കഴിയും. ഇദ്ദേഹത്തിനെ അവിടുത്തെ ഇലക്ട്രൽ മെമ്പർ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ ജനറൽ സെക്രട്ടറി സ്ഥാനം പോകും, ഡയറക്ടർ മെമ്പർ സ്ഥാനം പോകും, എല്ലാം പോകും. ആ കരയോഗക്കാർ ദയവ് ചെയ്ത് NSSനെ അവരൊറ്റക്കെട്ടായി നിന്നുകൊണ്ട് NSSനെ രക്ഷിക്കുക. അല്ലെ ഞങ്ങളെല്ലാം കുമാരൻ നേരെ കൂടെയാണ് എന്ന് പറയുന്നതൊന്നും വിരോധമൊന്നുമില്ല. പിന്നെ എൻ്റെ ആര് പറഞ്ഞാലും പറയേണ്ട കാര്യം മാത്രമേ ഞാൻ അനുസരിക്കത്തുള്ളൂ. പിന്നെ എൻ്റെ അച്ഛൻ പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നു. അദ്ദേഹത്തിനെ പല